ഹലോ ട്രേഡേഴ്സ്. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് കിട്ടിയിരിക്കുന്നത് 51,383 ആണ്. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആയത് 51,389. ഇതൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഒരു 5 പോയിന്റ്സിൻ്റെ ഡിഫറൻസ്. മാർക്കറ്റ് ഇനിയും ഓപ്പൺ ആവാൻ ഇനി ഒരു 30 സെക്കൻഡ്സ് കൂടെ ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയി. താഴെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ബൗൺസ് ആകാനാണ് സാധ്യത. നമുക്കൊരു പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷൻ്റെയും ചാർട്ട് റെഡിയാക്കി വെക്കാം. ഇൻ ദ മണിയിലാണ് കൂടുതൽ ട്രേഡ് എടുക്കുന്നത്, കാരണം ഡെൽറ്റ ഇൻ ദ മണിയിലാണ് കൂടുതൽ. സ്പോട്ടിന് ഒരു മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റും നമ്മുടെ ഓപ്ഷൻ ചാർട്ടിന് കിട്ടണം. അപ്പം അതുകൊണ്ടാണ് ഇൻ ദ മണി കോൾ എടുക്കുന്നത്. അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണിയും അത്രയ്ക്ക് മൂവ്മെൻറ്റ് കിട്ടില്ല. ഇൻ ദ മണി അത്ര എന്തായാലും കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസത്തെ ലോനടുത്താണ് ഇപ്പം മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലോ ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പുട്ട് ഓപ്ഷനിൽ ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ സ്വിംഗ് ഹൈയുടെ മേളിലാണ് നമ്മളൊരു ഓർഡർ, ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. സ്പോട്ടിൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒരു സ്ട്രെങ്ത് കാണുന്നില്ല. സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട് അവിടുന്ന് റിവേഴ്സൽ വരാനുള്ള ചാൻസും ഉണ്ട്. പക്ഷെ നമ്മൾ ട്രേഡ് എടുക്കാനുള്ള കാരണം അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അത് കഴിഞ്ഞ് റിവേഴ്സൽ വന്നാലും കുഴപ്പമില്ല, കാരണം അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ട്രേഡ് ബുക്ക് ചെയ്യുന്നതായിരിക്കും. സ്കാൽപ്പിംഗ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 18,000 20,000 ലോസ് ആണ് കാണിക്കുന്നത്. സെല്ലിംഗ് പ്രഷറും കാണുന്നുണ്ട്, റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട് മുകളിൽ നിന്ന്. ബട്ട് ഫോളോ അപ്പ് കിട്ടുന്നില്ല. ഇവിടെ എന്തായാലും ലോസ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്, കാരണം അടുത്ത കാണിലും റെഡ് ആണ്. ഓക്കെ, ലോസ് ബുക്ക് ചെയ്തു. ഇനി ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം സമയം 10 മണിയായി. മാർക്കറ്റ് പിന്നെയും സപ്പോർട്ട് സോണിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഓപ്ഷൻ ചാർട്ടിൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബുള്ളിഷ് പാറ്റേൺ കാണുന്നുണ്ട്. ഓപ്ഷൻ ചാർട്ടിൽ റെസിസ്റ്റൻസ് ഏരിയയിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്പോട്ടിൽ സപ്പോർട്ട് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അത് തന്നെ ധാരാളം നമുക്ക് നമ്മുടെ ട്രേഡ് പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാൻ. അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് പുട്ട് ഓപ്ഷനിൽ. 51,500 ആണ്
100 പോയിന്റ് ഇൻ ദ മണി ആണ് നമ്മളിവിടെ ട്രേഡ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ചാർട്ട്. 376 ആണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രീവിയസ് സ്വിംഗ് ഹൈ ഓപ്ഷൻ ചാർട്ടിൽ. അപ്പം 378-നൊരു 380-ക്ക് നമുക്ക് പ്രൈസ് കിട്ടുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നോക്കാം എക്സിക്യൂട്ട് ആവുമ്പോൾ. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഫോളോ അപ്പ് ക്യാൻഡലും ഒരു ഗ്രീൻ ക്യാൻഡലാണ്. സ്പോട്ടിൽ സപ്പോർട്ട് ഏരിയ ഒന്ന് ടച്ച് ആകുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് ഓപ്ഷൻസിൽ പ്രീമിയമിന് നല്ലൊരു സ്പൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 31,000-നാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ബട്ട് ബുക്കായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 27,000 28,000-ലായിരിക്കും. കാരണം ക്യാൻഡിൽ താഴോട്ട് വന്നപ്പോഴാണ് ഓർഡർ എക്സിക്യൂട്ട് ആയത്. ഓക്കെ, ക്ലോസ് പൊസിഷൻ ഓർഡേഴ്സ് ക്ലോസ് പൊസിഷൻ നോക്കാം. നമ്മളിന്ന് 2 ട്രേഡാണ് എടുത്തത്. ആദ്യത്തെ 26,000 ലോസിലാണ് ബുക്ക് ചെയ്തത്. രണ്ടാമത്തെ 28,600 പ്രോഫിറ്റ്. അപ്പം നെറ്റ് 2,475. ഇനി ഏതിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. സമയം 10:35 ആണ്. അപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് ബൗൺസായി പിന്നെയും തിരിച്ച് ഡേ ഹൈയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കോൾ ഓപ്ഷനിലും മേളിലൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട് 440 റുപ്പീസിനടുത്ത്. അപ്പോൾ നമ്മളവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു ഡേ ഹൈ വരെയെങ്കിലും നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പ്രൈസ് ഓർഡർ എക്സിക്യൂട്ട് ആയില്ല. ഓക്കെ, ഇപ്പോൾ ആയിരിക്കുന്നു. റിജക്ഷൻ ക്യാൻഡിലാണ് റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം മാർക്കറ്റിൽ സ്ട്രെങ്ത് കാണുന്നില്ല. നോക്കാം, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ഇനിയുണ്ട് 15 സെക്കൻഡ്സ്. അടുത്ത ക്യാൻഡിലും റെഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ ട്രേഡ് ക്ലോസ് ചെയ്യാം. പ്രീവിയസ് ഡേ ഹൈ വരെയെങ്കിലും പോകേണ്ടതാണ്. കാരണം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതുകൊണ്ട്. നോക്കാം. ഇല്ല, ഈ ട്രേഡ് ഇവിടെ ലോസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു വലിയ റെഡ് ക്യാൻഡിൽ വന്നാൽ നമ്മുടെ കഴിഞ്ഞ 3-4 ട്രേഡിൻ്റെ പ്രോഫിറ്റും കൊണ്ടേ അത് പോകത്തുള്ളൂ. അപ്പം ഇവിടെ ലോസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ബുദ്ധി.
ഹൈ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട് മാർക്കറ്റ്. അപ്പം നമ്മൾ ലോസ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ 3 ട്രേഡ് എടുത്തു രാവിലെ തൊട്ട്. നമ്മൾ 2 ലോസിലും 1 പ്രോഫിറ്റിലുമാണ്. അപ്പോൾ ടോട്ടൽ ലോസ് നമുക്ക് ഇന്ന് 10,631. ഒരു ട്രേഡ് കൂടെ എടുത്ത് നോക്കാം, ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ. അല്ലെങ്കിൽ ഇന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ സമയം 11:26 ആണ്. മാർക്കറ്റ് കുറേ നേരം ഒരേ സ്ഥലത്ത് കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അപ്സൈഡിൽ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബൈ ഓർഡർ കോൾ 51,500 കോളിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയി. നല്ലൊരു ഫോളോ അപ്പ് ക്യാൻഡിൽ വന്നാൽ ഇന്നത്തെ ടാർഗറ്റ് റീച്ച് ആവും. പിന്നെ നമുക്ക് ക്ലോസ് ചെയ്യാം. റിജക്ഷൻ ആണ് കാണുന്നത്. പ്രീവിയസ് ഡേ ഹൈ വരെയെങ്കിലും പോകേണ്ടതാണ് ഇതൊന്ന് ബ്രേക്ക് ആയാൽ. നല്ല വോള്യൂമും ഓപ്ഷൻ ചാർട്ടിൽ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ 4 ട്രേഡ് എടുത്തു. 2 ലോസിലും 2 പ്രോഫിറ്റിലുമാണ്. ക്ലോസ്ഡ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് 13,792 പ്രോഫിറ്റിലാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ക്ലോസ് ചെയ്യാം. 4 ട്രേഡ് ഓൾറെഡി ആയി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.